കാലിക്കറ്റ് സ്റ്റഡി ട്യൂബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ 4th സെമസ്റ്റർ കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അഡ്വാൻസ് കോസ്റ്റിങ്ങിൽ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ്, ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. അതിൽ 3 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മീനിങ് ഓഫ് കോസ്റ്റിംഗ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് സെൻറ്റർ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇത് 3 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. ഇനി 6 മാർക്കിന് ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്, സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് പേർപ്പസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇതൊക്കെയാണ് 6 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ 10 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. സ്റ്റേറ്റ് വേരിയസ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്, ടൈപ്സ് ഓർ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ഇതാണ് മെയിൻ 10 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ 3 മാർക്കിന് 6 മാർക്കിന് 10 മാർക്കിന് പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടെസ്റ്റിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. ചാപ്റ്റർ 2 ജോബ് ആൻഡ് ബാച്ച് കോസ്റ്റിങ്ങിൽ 3 മാർക്കിന് പഠിക്കേണ്ട കാര്യങ്ങൾ: മീനിങ് ഓഫ് ജോബ് കോസ്റ്റിംഗ്, മീനിങ് ഓഫ് ബാച്ച് കോസ്റ്റിംഗ്, EOQ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 3 മാർക്കിന് പഠിക്കേണ്ടത്. 3 മാർക്കിന് പഠിക്കേണ്ട കാര്യങ്ങൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ഒരുപാടൊന്നും എക്സാമിന് എഴുതി ടൈം കളയരുത്. 3 മാർക്കിന് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് എക്സാമിന് വേണ്ടി എഴുതാം. 6 മാർക്കിന് പഠിക്കേണ്ടത് ജോബ് കോസ്റ്റ് ഷീറ്റ്, അതിൻ്റെ പ്രോബ്ലം പഠിക്കണം. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് ആൻഡ് ബാച്ച് കോസ്റ്റിംഗ്, EOQ. ഇതാണ് 6 മാർക്കിന് പഠിക്കേണ്ടത്. ചാപ്റ്റർ 2 3 മാർക്കിന് 6 മാർക്കിനും പഠിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. 10 മാർക്കിന് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും ചാപ്റ്റർ 2വിനകത്തില്ല. ഇനി ചാപ്റ്റർ 3 കോൺട്രാക്ട് കോസ്റ്റിംഗ്, അതിൽ 3 മാർക്കിന് മീനിങ് ഓഫ് കോൺട്രാക്ട് കോസ്റ്റിംഗ്, എന്താ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ മീനിങ് എന്താ, അത് മാത്രം 3 മാർക്കിന് പഠിക്കാം. പിന്നെ 6 മാർക്കിന് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആൻഡ് ജോബ് കോസ്റ്റിംഗ്, പിന്നെ കംപ്ലീറ്റ് കോൺട്രാക്ട് അല്ലെങ്കിൽ കോൺട്രാക്ട് അക്കൗണ്ട് പ്രോബ്ലം മെയിനായിട്ട് നോക്കണം, നന്നായിട്ട് നോക്കേണ്ട കാര്യമാണ് അതിനുള്ള പ്രോബ്ലം. പിന്നെ സബ് കോൺട്രാക്ട് പ്രോബ്ലം, ഇതും നന്നായിട്ട് നോക്കണം. ഇനി 10 മാർക്കിന് ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് പ്രോബ്ലം ആണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ വരിക. അപ്പം പ്രോബ്ലം നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് നന്നായിട്ട് ചെയ്യാൻ പഠിക്കുക. കുറേ പ്രാവശ്യം അതിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് ടെസ്റ്റിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. എന്നാൽ മാത്രമേ എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കിട്ടുള്ളൂ. ചാപ്റ്റർ 4 പ്രോസസ്സ് കോസ്റ്റിംഗ്, 3 മാർക്ക് പ്രോസസ് കോസ്റ്റിംഗ്, ജോയിൻറ്റ് പ്രൊഡക്ട്സ്, കോ പ്രൊഡക്ട്സ്, മെയിൻ പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്, ഇക്വാലൻറ്റ് പ്രൊഡക്ട്സ്. ഇതാണ് 3 മാർക്സ്. 6 മാർക്കിന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്, ഡിഫറൻസ് ബിറ്റ്വീൻ ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്, ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻസ്, അതിൻ്റെ പ്രോബ്ലം നന്നായിട്ട് നോക്കണം. 10 മാർക്കിന് പ്രോസസ് അക്കൗണ്ട് എസ്സേ ആയിട്ട് വരും, നന്നായിട്ട് നോക്കുക. ഇതാണ് 3 മാർക്കും 6 മാർക്കിനും 10 മാർക്കിനും വരുന്ന കാര്യങ്ങൾ. ഇനി ചാപ്റ്റർ 5വിനകത്ത് വരുന്നത് സർവീസ് കോസ്റ്റിംഗ്, അതിൽ 3 മാർക്കിന് മീനിങ് ഓഫ് സർവീസ് കോസ്റ്റിംഗ്, ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്. 6 മാർക്കിന് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് സർവീസ് കോസ്റ്റിംഗ്. 10 മാർക്കിന് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റസും സർവീസ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം. ഇതിനകത്ത് പ്രോബ്ലം വരും. പ്രോബ്ലം നന്നായിട്ട് നോക്കിയിട്ട് പോകണം. പ്രോബ്ലം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചാപ്റ്റർ 6 സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ 3 മാർക്സിന് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അനലൈസിസ് ഓഫ് വേരിയൻസ്, റിവൈസ്ഡ് ആക്ച്വൽ വേരിയൻസ്,
6 മാർക്കിന് ഡിഫറൻറ്റ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, ഡിഫറൻറ്റ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മെറ്റീരിയൽ വേരിയൻസ്, പ്രോബ്ലം. ഇവിടെയും പ്രോബ്ലം വരും. ഇതാണ് 6 മാർക്കിന്. ഇത് ഈ ചാപ്റ്ററിനകത്ത് 10 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഇല്ല. 3 മാർക്കിന് 6 മാർക്കിനുള്ള കാര്യങ്ങൾ മാത്രമേ ചാപ്റ്റർ 6-നകത്തുള്ളൂ. ഇനി ചാപ്റ്റർ 7 ബഡ്ജറ്റിങ്ങിൽ 3 മാർക്കിൽ മീനിങ് ഓഫ് ബഡ്ജറ്റിംഗ്, ഡിഫൈൻ ബഡ്ജറ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, ക്യാഷ് ബഡ്ജറ്റ്, മീനിങ് ഓഫ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് സീറോ ബേസ് ബഡ്ജറ്റിംഗ്. പിന്നെ 6 മാർക്കിന് ഡിഫറൻറ്റ് ബിറ്റ്വീൻ ബഡ്ജറ്ററി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, പ്രോബ്ലം. ഇവിടെയും പ്രോബ്ലം വരും. പ്രോബ്ലം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തും വരുന്നത്. 7ാമത്തെ ചാപ്റ്ററിനകത്തും വരുന്നത് 3 മാർക്കിന് 6 മാർക്കിന്. അവിടെ 10 മാർക്കിനുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നന്നായിട്ട് പഠിക്കുക. ഇതൊക്കെ കാര്യങ്ങൾ ടെസ്റ്റിനകത്ത് മാർക്ക് ചെയ്ത് വെച്ച് നന്നായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. പ്രോബ്ലം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് നന്നായിട്ട് എഴുതുക. ഓക്കെ.